ഉറുഗ്വേൻ താരമായ നിക്കോളാസ് ലെഡേറോനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നൊക്കെ വാർത്ത നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഇടയിൽ ഈ ഒരു താരത്തിനെ പറ്റി വലിയൊരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും അറിഞ്ഞതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉറുഗ്വേൻ മിഡ്ഫീൽഡറായ അഡ്രിയൻ ലൂണയ്ക്ക് പരിക്ക് പറ്റിയ കാര്യം. എന്നാൽ അഡ്രിയൻ ലൂണയ്ക്ക് പകരമായിട്ടാണ് ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുന്നത്. എന്തൊക്കെയായാലും ഇപ്പൊ കിട്ടുന്ന വാർത്ത അനുസരിച്ച് ലൂണയ്ക്ക് പകരം എന്തായാലും ഒരു താരം വന്നേക്കും. അങ്ങനെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് നിക്കോളാസ് ലൊഡേറോ. ഇപ്പോൾ ഈ ഒരു വാർത്ത ഉറുഗ്വേന്റെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഒരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഒക്കെ ഈ ഒരു താരത്തിന് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ്. പിന്നെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റും താരമായിട്ട് ഇപ്പോൾ ചർച്ചയിലാണെന്നാണ് കിട്ടുന്ന വാർത്ത. നിലവിൽ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉറുഗ്വേൻ മാധ്യമങ്ങൾ തന്നെയാണ്. എന്തായാലും നമുക്കിപ്പോ ഒരു കാര്യം ഓർപ്പിക്കാം, ഇതൊരു വെറും റൂമറല്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം മനസ്സിലാവുന്നത് താരവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റും ചർച്ചകൾ തന്നെയാണ്. പക്ഷെ ഇതുവരെയും സൈനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിന്റെ ഒരു കൺഫർമേഷൻ വേണ്ടി നമ്മൾ കുറച്ചുനാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ കിട്ടുന്ന ന്യൂസ് അനുസരിച്ച് ഈ ഒരു താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല നോട്ടമിട്ടിട്ടുള്ളത്, വേറെ കുറച്ച് ടീമുകളും നോട്ടമിട്ടിട്ടുണ്ട്. ഇനി ഈ താരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ താരത്തിന് നിലവിലിപ്പോൾ 34 വയസ്സാണ്. താരത്തിന്റെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് അറ്റാക്കിംഗ് ആണ്. MSL പോലത്തെ ലീഗുകളിൽ താരം കുറെ ടീമുകൾക്ക് വേണ്ടി ബൂട്ട് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഉറുഗ്വേൻ മെയിൻ ടീമിലൊക്കെ താരം കളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറെ ഗോളുകളും താരം ആ ഒരു ടീമിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട്. MLS-ലെ സിയാറ്റിൽ സൗണ്ട് എന്ന് പറഞ്ഞ ടീമിനൊക്കെ വേണ്ടിയിട്ട് താരം കളിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ആ ഒരു താരം ഇപ്പോൾ ഈ ഒരു ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. ക്ലിയർ സമയത്ത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ഓഫർ താരത്തിന് കിട്ടുന്നത്. ഈ ഒരു താരത്തിന്റെ സ്റ്റാറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ മികച്ച ഫ്രീ കിക്കും സെറ്റ് പീസൊക്കെ അടിപൊളിയായിട്ട് എടുക്കുന്ന ഒരു താരമാണ്. എന്തൊക്കെയാലും ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യുക. ഇനിയും കുറെ ന്യൂസുകളൊക്കെ വരാനുണ്ട്, അതൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു ഓക്കെ ബൈ ഫ്രണ്ട്സ്.